മോദിയെ സ്വീകരിക്കാൻ തൃശൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശൂരിൽ 2 ലക്ഷം വനിതകൾ അണിനിരക്കുന്ന ബിജെപി മഹിളാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പേരിലാണ് സമ്മേളനം. റോഡ് ഷോയും പൊതുസമ്മേളനവും അടക്കമുള്ള പരിപാടികളിലായി 2.5 മണിക്കൂറോളം പ്രധാനമന്ത്രി തൃശൂരിൽ ചിലവഴിക്കും. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം അടക്കം നിർണായക രാഷ്ട്രീയ പ്രഖ്യാപനം സന്ദർശനത്തിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഉജ്ജ്വലമായിട്ടുള്ള റോഡ് ഷോയോടുകൂടിയാണ് തൃശ്ശൂരിലെ പൗരാവലി അദ്ദേഹത്തെ വരവേൽക്കുന്നത്. ആ റോഡ് ഷോ വന്നതിന് ശേഷം അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് വേദിയിലേക്ക് കടന്നുവരും. വേദിയിൽ അദ്ദേഹം ഏതാണ്ട് 1.25 മണിക്കൂറോളം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വേദിയിലുണ്ടാവും. വേദിയിൽ അദ്ദേഹത്തെ വരവേൽക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ ആകെ പ്രതിനിധികളായിട്ടുള്ള 7ഓളം പ്രമുഖ മഹിളാ രത്നങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അതിനുശേഷം ബിജെപിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാം അദ്ദേഹത്തെ വേദിയിൽ അനുഗമിക്കും. വനിതാ സംവരണ ബിൽ പാസാക്കിയതിന് ശേഷമുള്ള സംസ്ഥാന തലത്തിലെ ആദ്യത്തെ പരിപാടിയാണ് കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് ഒരു ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന പരിപാടിയാണ്. 10,000-ഓളം പ്രത്യേകം ക്ഷണിക്കപ്പെട്ട മഹിളകളെ ഞങ്ങൾ ഈ സമ്മേളനത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാറുന്ന സ്ത്രീ മനസ്സിന്റെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ ഒരു പ്രഘോഷണമായിരിക്കും ഈ ഒരു മഹിളാ സമ്മേളനം. നാരി ശക്തിയുടെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയായിരിക്കും ഇന്ന് കാണാൻ പോകുന്നത്.